അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എക്സിഗോ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഓണായി വരുമ്പോൾ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഓപ്ഷനിൽ ഇങ്ങനെ 2 ഓപ്ഷൻസ് വരും. അതിലെനിക്ക് വേണ്ടത് ഇപ്പോൾ കാലിക്കറ്റ് ടു ജിദ്ദയാണ്. അതുകൊണ്ട് ഞാൻ കാലിക്കറ്റ് സെലക്ട് ചെയ്തു. ശേഷം ജിദ്ദ എയർപോർട്ട് സെർച്ച് ചെയ്തു. ഓക്കെ, ശേഷം നമ്മുടെ ട്രാവലിംഗ് ഡേറ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രാവൽ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ജസ്റ്റ് സെർച്ച് ചെയ്യുക. കണ്ടില്ലേ, ഈ കാണുന്ന ഫ്ലൈറ്റൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ ഓരോന്നിൻ്റെ റേറ്റും എത്ര മണിക്കൂർ ഡ്യൂറേഷൻ ടൈമും എല്ലാം നമുക്കിതിൽ കാണാം. ഓക്കെ, ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് 12/720 എയർ ഇന്ത്യയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഓപ്പണായിട്ട് വരിക. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും, എയർപോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബാഗ് 7 കിലോ, അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ഫ്ലൈറ്റിൻ്റെ നമ്മുടെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ടിക്കറ്റിൻ്റെ മൊത്തം റേറ്റും, ജസ്റ്റ് കൂപ്പൺ കോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. സോ എൻ്റെ അടുത്ത് കൂപ്പൺ കോഡൊന്നുമില്ല. ഞാൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു അഷ്യൂർഡ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഐ വിൽ റിസ്ക് എന്നാണ് ഞാൻ സെലക്ട് ചെയ്തത്. ശേഷം വരുന്ന പേജിൽ നമുക്ക് പാസഞ്ചറെ സെലക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആളുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട പേജാണ് വരിക. ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാനിത് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, എൻ്റെ ഒരു പേരും ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ നമ്മുടെ ഇമെയിൽ ID, ജസ്റ്റ് നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കിട്ടും. എന്നിട്ട് നമുക്ക് പേയ്മെൻറ്റിൻ്റെ പേജിലേക്കാണ് കടന്നു വരുന്നത്. ആ ഒരു പേയ്മെൻറ്റ് ലോഡായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. Paytm വഴിയോ ഫോൺ പേ വഴി അല്ലെങ്കിൽ UPI ID വഴിയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ടിക്കറ്റിൻ്റെ ഡെമോ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ കാലിക്കറ്റ് ജിദ്ദ ഞാൻ ഓൾറെഡി ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് വരിക. ഇതിൽ നമുക്ക് ഡൗൺലോഡ് ഈ ടിക്കറ്റ് എന്ന ഓപ്ഷൻ കിട്ടും. ആ ഡൗൺലോഡ് ഈ ടിക്കറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ടിക്കറ്റ് PDF ഫയലായിട്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ ടിക്കറ്റ്. അതുപോലെ തന്നെ ഈ ഒരു ടിക്കറ്റ് നമ്മുടെ എയർലൈൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ജിമെയിലിലേക്ക് അവർ PDF ഫയലായിട്ട് സെൻഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ സൈഡിൽ നിന്നും അവരുടെ വകയായിട്ട് ടിക്കറ്റ് നമ്മുടെ ജിമെയിലിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഗായ്സ്, ഇങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ.